Welcome to Multi-Traits. ഇത് പാർട്ട് 2 ഓഫ് ഇൻഡെക്സ് ലോ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇൻഡെക്സ് ലോ. ഫസ്റ്റ് ഇൻഡെക്സ് ലോ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈയിങ് നമ്പേഴ്സ് ഇൻ ഇൻഡെക്സ് ഫോം വിത്ത് ദ സെയിം ബേസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിവ്യൂ ഓഫ് ഇൻഡെക്സ് ഫോം കണ്ടു. അതിൻ്റെ അകത്ത് ബേസ് എന്താണ്, ഇൻഡെക്സ് എന്താണ്, പവർ എന്താണെന്നൊക്കെ പഠിച്ചു. അത് നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഗോ ബാക്ക് ആൻഡ് watch that video and then you come back to this lesson. Okay, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് മൾട്ടിപ്ലൈയിങ് നമ്പേഴ്സ് ഇൻ ഇൻഡെക്സ് ഫോം വിത്ത് ദ സെയിം ബേസ്. ഇതാണ് ഇതിൻ്റെ ബേസ്. എ ഇവിടെ എ ആണ്. സെയിം ബേസ് ആണെങ്കിൽ എന്നാ നമ്മൾ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. ഇവിടെ രണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, അതുകൊണ്ട് പവേഴ്സ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുക. എ ഇൻറ്റു എം പ്ലസ് എൻ. അപ്പോൾ ഇവിടെ ബേസ് സെയിം ആണോ? അതെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പവർ തമ്മിൽ ആഡ് ചെയ്യുക. സോ 6 + 2 = 5 to the power of 8. ഇപ്പോൾ 5 to the power of 6 × 5 to the power of 2 എന്ന് ആക്ച്വലി അത് എന്തോ എഴുതിയിരിക്കുന്നത് നമുക്കിവിടെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ മനസ്സിലാവും. 5നെ എത്ര വട്ടം എഴുതിയിട്ടുണ്ട്? 5 വട്ടം. സോ 5 × 5 × 5 × 5 സോറി 5 വട്ടം അല്ല 6 വട്ടം. 1 2 3 4 5 6. സോ 1 2 3 4 5 6. പിന്നെ ഇൻറ്റു ഉണ്ട്. 5 എത്ര വട്ടം ഉണ്ട്? 5 × 5. അപ്പോൾ ടോട്ടലി എത്ര 5 ഉണ്ട് ഇവിടെ? 1 2 3 4 5 6 7 8. അതുകൊണ്ടാണ് ആൻസർ 5 to the power of 8. സോ സെയിം ബേസ് ആണെങ്കിൽ പവേഴ്സ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇനിയും ഇതിന് മുന്നേ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്പേഴ്സ് തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 4 ഇൻറ്റു പിന്നെ നമുക്ക് ബേസ് തമ്മിൽ ബേസ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ആണോ? അതെ. ബേസ് സെയിം ആണോ? അതെ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. ബേസ് സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. 3 × 4 എത്രയാ? 12. ആഡ് ചെയ്യുക. ബേസ് തമ്മിൽ ആഡ് ചെയ്യുമ്പം സെയിം ബേസ് ആയതുകൊണ്ട് വി മസ്റ്റ് ആഡ് ദ പവേഴ്സ്. 5 + 3 = 8. അടുത്ത ചോദ്യം 5b to the power of 10 × 3b to the power of 5. സോ ആദ്യം നമുക്ക് നമ്പേഴ്സ് തമ്മിൽ എഴുതാം. 5 × 3 ഇൻറ്റു b to the power of 10 b to the power of 5. 5 × 3 എത്രയാ? 15. പിന്നെ നമ്മൾ നോക്കേണ്ടത് ബേസ് സെയിം ആണോ? അതെ. ബേസ് സെയിം ആണെങ്കിൽ നമുക്ക് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. അടുത്ത ചോദ്യം 8u³ w 3uw² × 2u to the power of 5 w to the power of 4. അപ്പം ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്പേഴ്സിനെ എല്ലാം അങ്ങ് ടൈംസ് ചെയ്യാം. 8 × 3 × 2. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് യു എല്ലാം അങ്ങ് എടുത്തെഴുതാം, എളുപ്പമാകാൻ വേണ്ടിയാണേ. u³ × u to the ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ ഒരു 1 ഉണ്ട്. പിന്നെ u to the power of 5. പിന്നെ എന്നാ നമുക്കുള്ളത്? w ആദ്യത്തേതിനൊന്നും ഇല്ല, അതുകൊണ്ടൊരു 1 ഉണ്ട്. ഇൻറ്റു w² ഇൻറ്റു w4. മനസ്സിലായില്ലേ? ഇനി നമുക്ക് നമ്പേഴ്സ് തമ്മിൽ ടൈംസ് ചെയ്യാം. 8 × 3 = 24. 24 × 2 = 48. സോ 48 എന്ന് എഴുതാം. പിന്നെ അടുത്ത യു ആണ്. യുവിന് ഏതൊക്കെ? 3 + 1 4 + 5 = 9. പിന്നെ w എത്രയൊക്കെ ഉണ്ട്? 4 + 2 6 + 1 7. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. ആദ്യം നമ്പേഴ്സിനെ ടൈംസ് ചെയ്യുക, പിന്നെ സെയിം ആയിട്ടുള്ള വേരിയബിൾസ് അടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സെയിം ആയിട്ടുള്ളത് എടുത്തെഴുതുക. ഇവിടെ സെയിം ആയിട്ട് നമ്മൾ എഴുതി. സോ ഫൈനൽ ആൻസർ ഈസ് 48 u9 w7. അപ്പോൾ നമുക്കിവിടെ ഒരു വരച്ചേക്കാം. 48 u9 7. ഓക്കെ. ഇനി ഇവിടെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട്. 7 ചോദ്യമുണ്ട്. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാം, എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പേപ്പറിലൊന്ന് ചെയ്ത് നോക്കിക്കേ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ആ സമയം കൊണ്ട് ഇവിടെ ആൻസർ ഇവിടെ തരാം.
അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ മാത്സ് പഠിക്കത്തുള്ളൂ. ഞാൻ എല്ലാം അങ്ങ് പറഞ്ഞു തന്നാൽ നിങ്ങൾ മാത്സ് ചിന്തിക്കത്തില്ല. സോ യു ട്രൈ ദീസ് ക്വസ്റ്റ്യൻസ് ബൈ യുവർ സെൽഫ്. ഓക്കെ, ഒരു പേനയും പേപ്പറും എടുത്ത് പെട്ടെന്ന് എഴുതിയെടുക്കുക. പോസ് ചെയ്യുക, വീഡിയോ നോക്കരുത് കേട്ടല്ലോ. ഓക്കെ, ഞാനിപ്പോൾ ആൻസർ പറയാൻ പോവാണ്. നമ്മൾ അഗെയിൻ നോക്കേണ്ടത് ബേസ് സെയിം ആണോ. ബേസ് സെയിം ആണെങ്കിൽ നമ്മൾ എന്നെ പഠിച്ച തന്നെ 2 പവർ തമ്മിൽ ആഡ് ചെയ്യുക. So what's the answer? 23 plus 24, 4 plus 3 is 7, 2 plus 2 is 4, 47, q to the power of 47. ഇവിടെ ബേസ് എല്ലാം സെയിം ആണ്. ഇപ്പം ബേസ് ഡിഫറെൻ്റ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബേസ് സെയിം ആണ്, അതുകൊണ്ട് p to the power of 7 plus 8 plus 7 is, so 7 plus 7 is 14, 14 plus 6 is 20, 20 plus 2 is 22. 4 into 5, ഇവിടെ നമ്പേഴ്സ് ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടി 4 into 5 into p to the power of 7 plus 4. So 4 into 5 is 20. P to the power of 7 plus 3 is 10. അതുകൊണ്ട് 20p11. ഇനി ഇവിടെ കുറേ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ആദ്യം നമ്പേഴ്സ് എല്ലാം കൂടെ എഴുതുക. 9, ഒരു നമ്പറും ഇല്ല, അതൊരു 1 ആണ്. സോ 9 into 1 into 3. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡി എല്ലാം കൂടെ അടുപ്പിച്ച് എഴുതാം. ഡിക്ക് ഏതൊക്കെ നമ്പറാണ് ഉള്ളത്? സോ D1 പ്ലസ് D³ ഉണ്ട്. സോ 3 പ്ലസ് D7 ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഡി, കാരണം നമുക്കറിയാം ഇതെല്ലാം സെയിം ബേസ് ആണ്. ഇൻറ്റു പിന്നെ Y ഉണ്ട്. വൈയുടെ മുകളിൽ 8 പ്ലസ് 5 പ്ലസ് 4. സോ 9 into 1 is 9, 9 into 3 is 27. 27D, 7 plus 3, 10 plus 1, 11. Then Y is 8 plus 4 is 12, 12 plus 5 is 17. ഈസി ആയിട്ട് നമുക്ക് മനസ്സിലായി. എപ്പോഴും ശ്രദ്ധിച്ചോണം ബേസ് സെയിം ആണോ എന്ന്. 3x into 3 to the power of 4. അപ്പോൾ ഇവിടെ നമ്പേഴ്സ് ഒന്നുമില്ല, പക്ഷേ ബേസ് സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതുക? 3 into x plus 4 അത്ര എഴുതിയാൽ മതി. ഇവിടെ തന്നിരിക്കുന്ന 3y into y plus 2. അപ്പം 3 ബേസ് സെയിം ആണ്. y plus y plus 2 എന്ന് വരും. y plus y എത്രയാണ്? 2y. സോ 2y plus 2. അപ്പോൾ ശ്രദ്ധിച്ച് അങ്ങ് ചെയ്താൽ മതി. y ആണേലും x ആണേലും നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് നോക്കി അങ്ങ് ചെയ്താൽ മതി. ഇവിടെ ഒരു ചലഞ്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ വൈ 2 to the power of x and 3 to the power of y does not equal to 6 to the power of 6x plus y. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ എന്താ പഠിച്ചത്? ബേസ് സെയിം ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഇവിടെ ബേസ് സെയിം ആണോ? അല്ല. അതുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഹിയർ the bases are not the same. Thank you for watching. I hope you understood this. Bye.